നിൽക്കവയെല്ലാമേ ഹേമന്തകാലാതിമുഖ്യമാസേ നല്ല ഗോപകുമാരികൾ കാളിൻ്റെ തന്നിൽ കുളിച്ചു വഴിപോലെ കാളിയാം ദേവിയെ പൂജിപ്പതിന്നവർ മൃത്തുകൊണ്ടത്ഭുത ദേവി രൂപം ചമച്ചുത്തമസ്ഥാനെ പ്രതിഷ്ഠിച്ചു പൂജിച്ച് മുഗ്ധപ്രവാള ഫലതണ്ടുലങ്ങളാൽ ഭക്തിയോടൊക്കെ നിവേദിച്ചു പിന്നെയും ശുദ്ധപുഷ്പങ്ങൾ ധൂപാദിദീപങ്ങൾ ധൂപാദിദീപങ്ങളാൽ എത്രയും പൂജിച്ചു ഭക്ത്യാ സ്തുതിച്ചവർ കാത്യായനി മഹാമായേ ഭഗവതി ആർത്തിനാശേ മഹായോഗിന്യധീശ്വരി സുന്ദരൻ നന്ദാത്മജനങ്ങൾ വല്ലഭനെന്നായി വരുവതിനായി കൊണ്ടനുഗ്രഹം തന്നീട വേണമതിന്നു നമസ്കാരം എന്നിങ്ങനെ അവർ സേവിച്ചു ദേവിയെ. പിന്നെ ഹവിസ്സും പൂജിച്ചു പോരും അവരൊന്നൊരു നാൾ നിത്യകർമാവസാനത്തിൽ നല്ലൊരിളവയിലേറ്റു ശീതം പോക്കി മലാക്ഷിമാരൊരുമിച്ചു മുതിർന്നവർ തന്നുടെ വസ്ത്രങ്ങൾ കാളിന്തി തന്നുടെ തീരത്തഴിച്ചു വെച്ചിട്ടുടൻ ചെന്നു കാളിന്തിയിൽ നീന്തിക്കുളിക്കുമ്പോൾ നന്ദജൻ കാളിന്തി തീരത്തു ചെന്നിത് നല്ലാർ കുളിക്കുന്നത് കണ്ട് കേശവൻ മെല്ലവേ ചേലകളെല്ലാം എടുത്തുടൻ ചെന്നു നീവേ കരേറി ജഗന്നങ്ങൾ ഒന്നൊന്നേ കൂറകൾ കെട്ടി ശിഖരത്തിൽ അനോജനേത്രൻ കുഴൽ വിളിച്ചിടിനാൻ. അന്നസിൽ നിന്നു കുളിക്കുന്ന ഗോപികൾ കണ്ണനോടേറെ പറഞ്ഞിതോരോ വിധം. അന്നസിൽ നിന്നു കരേറി വന്നാലുടൻ നിർണയം ചേല നൽകാമെന്നു കൃഷ്ണനും എല്ലാവരും ഒരുമിച്ചു വന്നീടിലും അല്ലലിൽ ഇന്നെനിക്കെന്നും പറഞ്ഞത് ഗോകുലനാഥജനായ അതികോമളനാകുന്ന നീ ഇത് ചെയ്തത് അയോഗ്യമാം. നിന്നുടെ ദാസികൾ ഞങ്ങൾ ഭവാൻ ചൊന്നതൊന്നിനും അല്ലതന്നില്ല. ഞങ്ങൾക്കിക ഇന്നിവണ്ണം പറയാതെ വസ്ത്രങ്ങൾ നീ തന്നതില്ലെങ്കിലോ നന്ദനോടോതുവൻ. അച്ഛനറിഞ്ഞാൽ എനിക്കില്ല ഛേദമെന്ന് അച്യുത വാക്കു കേട്ടോരു ഗോപീജനം അന്യോന്യമീക്ഷിച്ചു മന്മഥമന്ദിരം നന്നായി കരം കൊണ്ട് ബുദ്ധി വന്നീടിനാൻ. ചൊന്നാൻ ജഗന്മയൻ പുണ്യകാളിന്തിയിൽ നിന്നിച്ചു വസ്ത്രങ്ങൾ കൂടാതെ ലീലകൾ ചെയ്തത് പാതകം. ഈശ്വര നിന്നയ ചെയ്തതിനഞ്ജലി ചെയ്തുമേ വീടുവിൻ എന്നത് കേട്ടേകപാണിനാമൂർധനി വന്നിച്ചു വച്ചു തൊഴുതു ഗോപീജനം. എന്നത് കണ്ടു പറഞ്ഞു ജനാർദ്ദനൻ ഒന്നുകൊണ്ടീശന കൂപ്പുന്നതാകിലോ അന്യകരമറുക്കുന്നു ശാസ്ത്രോക്തിയും. എന്നാകയാൽ ഇന്നു രണ്ടുകൊണ്ടേറ്റവും വന്നിച്ചു കൊള്ളേണമെന്ന് മുകുന്ദനും ചൊന്നത് കേട്ടവർ കാമം വരുവാനായി പിന്നെയും കൂപ്പുന്നത് കണ്ട് നന്ദിച്ചു കൃഷ്ണനും. നാരിമാർ തന്നുടെ പിന്നെ പിന്നെയുള്ള ഭക്തിയെ കാണുകയാൽ പിന്നെ വസനങ്ങളെല്ലാം കൊടുത്തിത് മല്ല വിലോചനൻ തന്നോടവർക്കൊരു തെലുപോലും വൈരമുണ്ടായതുമില്ല. വസ്ത്രങ്ങൾ മോതാൽ ധരിച്ചവരേവരും ഈ ത്രിലോകീശം പിരിയാതെ നിൽക്കയാൽ പാരമനുരാഗം ഉണ്ടവർക്ക് എന്നറിഞ്ഞ് ആരണക്കാതലാം നാരായണൻ ചൊന്നാം. നിശ്ചല ഭക്തിയോടെന്നെ ഭജിപ്പവർക്ക് ഇച്ഛയും മുക്തിയും നൽകുവോ ഞാൻ മുതാം. ഭോഗത്തിനായി കൊണ്ട് സേവിപ്പവർക്കതും യോഗം വരുത്തി ക്രമേണ നൽകും മുക്തി. ഭക്ത്യാ ഭഗവതി തന്നെ ഫലിപ്പതിനൊത്ത ഫലം വരുമെന്നു കേട്ടേവരും ചിത്തമോദേന ദത്തൽ ഗൃഹം ബുക്കവർ കൈതവമൂർത്തി വളരുന്നതും പാർത്തുവൈല സന്തോഷേണ വാണിതു നാരിമാർ. ദേവകീനന്ദനൻ ഗോകുലത്തോട് തൽസേവകന്മാരുമായി രാമനു ഒന്നിച്ച് വൃന്ദാവനം തന്നിൽ ദൂരവേ സഞ്ചരിച്ചുന്നത വൃക്ഷമൂലെ വെയിൽ കൊണ്ടവർ ചെന്നു നിന്ന തരിഛായാവിടങ്ങളിൽ ഇനി വരാക്ഷാംശമായ ശ്രീരാമാവു തന്നോടും പിന്നെ ബലഭദ്രനോടുമായി അന്യഗോപാലരോടും അരുൾ ചെയ്തത് നന്ദാത്മജൻ നരകാരി നാരായണൻ കാനന വൃക്ഷജാലം കാൺമിനേവരും ദീനമോടെ വാദവർഷ ഹിമാനികൾ വെച്ച് ഫലഭദ്ര പുഷ്പവൃക്ഷാദികൾ മറ്റും പരോപകാരാർത്ഥമായൊക്കെയും
യജം ചുമന്നു നിൽക്കുന്നു രക്ഷിപ്പാനായി തൽക്കർമ്മ പുണ്യ ഫലമീശ്വരേച്ഛയാ കൃഷ്ണമാർക്കണ്ട രശ്മിയേക്കാതെ നാം വൃക്ഷനിഴൽ ഛത്രമേറ്റു നിൽക്കുന്നതും എത്രയും തങ്ങൾ ദുഃഖിക്കുന്നതാകിലും മിത്രമായ അന്യരെ രക്ഷിക്കുമുത്തമൻ. പക്ഷി മൃഗങ്ങൾ വൃക്ഷങ്ങൾ ജലങ്ങൾ ഇങ്ങീ ക്ഷിതിയിൽ വിശേഷജ്ഞാന ജന്തുവിരർപ്പിച്ചു ദേഹം പരോപകാരാർത്ഥമിതപ്പൊഴുത് ഊർദ്ധമൂർദ്ധം ജന്മമായി വരും. ഓർക്കിലോരോരുപകാരമായി മേലിനി പാർക്കുന്നു ധർമ്മദാനാർത്ഥമുത്യർത്ഥമായി. പ്രാണികളിൽ പ്രധാനാത്മാക്കളായുള്ള മാനുഷർക്കോ പറയേണ്ടതില്ലേതുമേ. പ്രാണാർദ്ധബുദ്ധി വാക്ശ്രേയകർമ്മങ്ങളാൽ ത്രാണനം ചെയ്തു കൊള്ളേണമതുത്തമം. യുദ്ധം അരുൾ ചെയ്തു ഗോക്കളോടൊന്നിച്ച് സത്വരം കൃഷ്ണഗോപാലകവൃന്ദവം. കൃഷ്ണയാചെന്ന് യമുനാജലത്തെയും തൃപ്തി വരുമാറുപാനവും ചെയ്തവർ ചിത്തമോദേന കുളിച്ചു കരയേറി മുക്തിപ്രദൻ വനം പുക്കുനരോർത്ത്.